ഫാം. അപ്പോൾ ഇന്ന് ഒരു ഹെയർ മാസ്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ദതി കാണുന്നതാണ് ഹെയർ മാസ്ക്. പിന്നെ ഇത് വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ. വിൻ്റർ ടൈമിൽ നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രിസി ആയിരിക്കും. പിന്നെ എപ്പോഴും ഇല്ലാത്ത ഒരു കൊഴിച്ചലായിരിക്കും ഈ ഒരു വിൻ്റർ ടൈമിൽ വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഫ്രിസിയാണ് ഹെയർ എന്നുണ്ടെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ഇല്ല പൊട്ടിപ്പോവാണ് എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഗേൾസ് ആണെന്ന് വെച്ചാലും ബോയ്സ് ആണെന്ന് വെച്ചാലും നിങ്ങളുടെ മുടി ഭയങ്കര ഫ്രിസിയാണ്, ഒട്ടും ഷൈനിങ് ആയിട്ടില്ല, പിന്നെ എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണ ഒരു ഹെയർ ആണ്. എൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഡ്രൈയിങ് ആണ് കേട്ടോ. വിൻ്റർ സീസൺ ആയ സ്പ്ലിറ്റൻസ് കൂടും, മുടി ഭയങ്കര പൊട്ടിപ്പോവാൻ തുടങ്ങും, ചകിരി പോലെ എൻ്റെ മുടി ആകും കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് വന്ന ഇതാണ് അവസ്ഥ. ഹെയറൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഹെയർ മാസ്ക് ആണ് ഈ ഒരു ഹെയർ മാസ്ക് കേട്ടോ സാധനം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നല്ല കട്ടി തൈര് അങ്ങോട്ട് എടുക്കുക. നല്ല കട്ടിയുള്ളത് എടുക്കണം കേട്ടോ. ഇതിവിടെ ഞാൻ കുറച്ച് ലൂസായി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ പ്രസംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ട ഫുള്ളായിട്ടൊരു മുട്ട എടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ അത്രയും മുടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കാസ്റ്റർ ഓയിലൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്, കാസ്റ്റർ ഓയിൽ 1 സ്പൂൺ എടുക്കുകയാണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ 2 സ്പൂൺ എക്സ്ട്രാ എടുക്കണം കേട്ടോ. എല്ലാ ഐറ്റംസും ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് ഇത് അതുപോലെ അങ്ങോട്ട് കലക്കി എടുക്കണം കേട്ടോ. ആ മുട്ടൻ്റെ മഞ്ഞയൊക്കെ അലിഞ്ഞ് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലോ. മുട്ടൻ്റെ മണം അധികം വരുന്നില്ല, ചെറുതായിട്ടാണ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മളുടെ തലയിൽ നിറയെ വെള്ള പൊടി വരും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്കാൽപ്പ് ഡ്രൈ ആവണത് കൊണ്ടാണ് അങ്ങനെ പൊടികൾ വരണത്. ഇല്ലാണ്ട് എല്ലാ തലയിൽ കാണുന്ന വെള്ള കളറും ഡാൻഡ്രഫ് അല്ല കേട്ടോ. അപ്പോൾ ഇതാ സ്കാൽപ്പിൽ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സ്കാൽപ്പല്ല ഹെയർ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ എൻ്റെ സ്കാൽപ്പിൽ ഇപ്പോൾ ഭയങ്കര വൈറ്റ് പൊടികൾ വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എടുത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ഹെയർ ആണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ മതി, മുട്ടയുടെ മഞ്ഞ. ഇല്ലാത്തവർ അത് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നവരാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യണ്ട. അമ്മ ഇതാ മണ്ടയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഓ എന്തൊരു ആശ്വാസം, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആശ്വാസം എന്ന് പറയുന്നത്. ഇനി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്താലേ അമ്മ അടിച്ച് പുറത്താക്കുന്നുണ്ടോ, കാരണം മുട്ട മണമൊക്കെ റൂമിൽ വരും. അപ്പം ഞാൻ സേഫ് ആവാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ട് ഇതാ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഫ്രണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കിൽ ഇങ്ങനെ മുടി ഇതാക്കി താഴോട്ടാക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് ബാക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുടിയുടെ തലപ്പ് വരെ ഉണ്ടല്ലോ, അത് വരെ എത്രയാണോ ലോങ് ഉള്ളത് അത് വരയ്ക്ക് നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഭയങ്കര ലൂസായിട്ടുള്ള തൈര് എടുക്കാണ്ടിരിക്കുക. നല്ല കട്ടിയുള്ള തൈര് ആക്കിയെന്ന് വെച്ചാൽ നമ്മളുടെ ഒഴുകി വരില്ല കേട്ടോ. ഇല്ലെങ്കിൽ ലൂസായിട്ട് എടുത്താൽ ഭയങ്കര ഒഴുകി വരും, കട്ടിയായിട്ട് എടുത്താൽ തലയിൽ തന്നെ നിന്നോളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലയിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ട് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ട്, എന്നാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 ഇല്ലെങ്കിൽ 45 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. ഭയങ്കര ഡ്രൈയിങ് ആവണത് വരെ വെക്കണ്ട. പിന്നെ മുട്ടൻ്റെ മഞ്ഞുള്ളത് കൊണ്ട് അത്ര ഡ്രൈയിങ് ഒന്നും ആവില്ല. അപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സ് വരെ വെച്ചാലും മതി കേട്ടോ. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ വിൻ്റർ സീസൺ ആണ്, അപ്പോൾ കൂടുതലും ഉണ്ടാവണത് സ്പ്ലിറ്റൻസ് വരും. എപ്പോഴും ഇല്ലാത്ത മുടി കൊഴിച്ചിലായിരിക്കും ഈ ഒരു സീസണിൽ വന്നിട്ട് നിറയെ മുടി കൊഴിയും. പിന്നെ മുടി ഭയങ്കര ഡ്രൈയിങ് ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ വലിച്ചാൽ പൊട്ടണ മുടിയായിരിക്കും. നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ചകിരി നാര് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസിയാണ് എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതൊരു 45 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട്
വാഷ് ചെയ്ത് കളയുന്ന ടൈമിൽ ഭയങ്കര ഹാർഷായ ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യരുത്. ഭയങ്കര മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുക. ഒരു ഡവിൻ്റെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഷാമ്പൂ യൂസ് ചെയ്യുന്ന ടൈമിൽ കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എൻ്റെ മുടിഞ്ഞ തലപ്പ് ഞാൻ വെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ മാത്രം കുറച്ചൊരു വൃത്തിയില്ലാത്ത പോലെ നിൽക്കുന്നത് കേട്ടോ. ബാക്കി ഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഹെയർ മാസ്ക് അടിപൊളിയാണ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പം ഇതാണ് കേട്ടോ റിസൾട്ട്. എന്നെപ്പോലെ ഉള്ളില്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്ന ടൈമിൽ മുടി ഭയങ്കര വോളിയമൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ളതുപോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ മാസ്ക് കേട്ടോ. പിന്നെ നിങ്ങൾ ഹെയർ സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ മുടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹെയർ സെറം യൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നു പോയി, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു.